ഹലോ ഹായ്. ഇത് പെൻസിൽവാനിയയിൽ ഫിലാഡൽഫിയയിലത്തെ ഒരു ബാറാണ്. അവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു അത്ഭുതകരമായ നല്ല രസകരമായ കാഴ്ച എന്ന് വെച്ചാൽ അവിടെ വളരെ സീനിയറായിട്ടുള്ള ഒരു ലേഡി ഇരുന്ന് ഓർഗൻ വായിക്കുന്നു. എൻ്റെ അടുത്ത് തന്നെ ഒരു സീനിയർ അവരൊക്കെ 65 വയസ്സുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ ഗിത്താർ വായിക്കുന്നു. അതിന് വളരെ നൈസ് അന്തരീക്ഷം, വളരെ ആദ്യം ലൈറ്റൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ലൈറ്റ് കാണാവുന്ന രീതിയിലുള്ള ലൈറ്റും ഒക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഗിത്താർ വായിക്കുന്നു, മ്യൂസിക് വായിക്കുന്നു. ഇത് വളരെ എൻജോയബിളായിട്ടാണ്. തൊട്ടപ്പുറത്ത് വേറൊരു മിഡിൽ ഏജിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾ ഡ്രം വായിക്കുന്നുണ്ട്, ജാസ് വായിക്കുന്നുണ്ട്. അല്ല, ഇത് ഒരു പബ്ലിക് ബാർ, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അവിടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് അവിടെ ചിൽഡ് ബിയർ കുടിക്കുന്നു. ചിലർ മ്യൂസിക്കിനനുസരിച്ച് താളം പിടിക്കും, താളത്തിൽ ആടുന്നു. ചിലർ കമ്പനി കൂടി അവിടെ സംസാരിക്കും. പക്ഷേ ഇതൊക്കെ വളരെ 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 പതുക്കെയാണ്, അല്ലാണ്ട് മറ്റുള്ള ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇവർ തന്നെ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് അത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ, കാരണം അവർക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അവരുടെ കമ്മ്യൂണിക്കേഷന് വർത്താനം പറഞ്ഞ് നല്ല രസകരമായ ഒരു മൂഡ്. അവിടെ ഒച്ചപ്പാടോ കൂട്ടമായ ലഹളയോ ഒന്നുമില്ല. വളരെ നൈസ്. സ്മോക്കിംഗ് പോലും അല്ല അവിടെ അല്ല. അവരവിടെ ഇരുന്ന് വളരെ ആസ്വാദികരമായ രീതിയിൽ മ്യൂസിക് എൻജോയ് ചെയ്ത് അവർ കുറച്ച് സിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ആസ്വദിക്കുക. ദേ ആർ എൻജോയിങ് ദ ഡ്രിങ്കിങ്. ശരിക്കും ഇതാണ് ബാർ. ലൈറ്റ് മൂവ്മെൻറ്റ്, ഈവനിങ്ങിൽ കൊണ്ട് ചിലവാക്കാൻ, സമയം ചിലവഴിക്കാനായിട്ട് ഗാർഡനിലേക്ക് പോയി ഇരുട്ടത്തൊക്കെ ആകുമ്പോൾ ബാറിലേക്ക് വന്നിരുന്ന് പതുക്കെ കുറച്ച് കുടിച്ച് എൻജോയ് ചെയ്യുന്നൊരു രംഗമായി കാണുന്നത്. ഇത് ബാർ കൺസെപ്റ്റ് തന്നെ വെസ്റ്റേൺ കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇപ്പോൾ ബാറൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു മറ്റുള്ളവരുടെ പ്രൈവസി, മറ്റുള്ളവരുടെ ഒക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കും സാഹചര്യങ്ങളും സംസാരിക്കാനുള്ള സൗകര്യങ്ങളിലാക്കി കൊടുത്ത് അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളും അതുപോലെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്നതിന് എനിക്കൊരു കണക്കൂട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ മറ്റുള്ള വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കൂടി അഡോപ്റ്റ് ചെയ്യണം. അത്യാവശ്യം 1-2 സ്മോളൊക്കെ അടിച്ച് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു സ്നേഹത്തോടുകൂടി ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം.